ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മത്തിയിലൊരു വെറൈറ്റി പരീക്ഷിച്ചാലോ? അതെ, കഴുകി വൃത്തിയാക്കി ഇവിടെ മത്തി എടുത്തിട്ടുണ്ട്. വരയിട്ട് വയ്ക്കുക. മിക്സിയുടെ ജാറെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരുംജീരകം, പച്ചമുളക്. ഞാൻ ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവ് വേണ്ടവർ 2 3 ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയിൽ എൻ്റെ ഒരു വട്ടാണ് നിങ്ങളിപ്പോൾ കണ്ട്. നമ്മളെ വീട്ടിൽ കറിവേപ്പില നല്ലപോലെ തളർത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ നേരാക്കി വെച്ച മത്തിയിലേക്ക് തട്ടിക്കൊടുക്കുക. നല്ല പോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് മത്തിയിലൊരു മസാജ് ആണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ മത്തിയിലിട്ട് തേച്ച് പിടിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. മോള് പറയുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട്, മതി അമ്മ മതി, അതിനിട്ട് പീച്ചല്ലേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ നിങ്ങളതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി വൃത്തിയാക്കി എടുക്കുക. അതിന് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. മത്തി അപ്പോഴേക്കും നല്ലപോലെ മസാലയും ഉപ്പൊക്കെ പിടിക്കട്ടെ. അതേ നമ്മളെ മത്തിയൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. ചെറിയൊരു ഉരുള പുളി മാത്രം വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കാൻ നേരത്തെ വയ്ക്കുക. അടുപ്പത്തൊരു കുക്കർ വയ്ക്കുക. വെളിച്ചെണ്ണ തട്ടി കൊടുക്കുക. നമ്മൾ ചെറിയുള്ളി കൂടി അതിലേക്ക് തട്ടി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണേ, അടി പിടിക്കരുതേ. ഇത് ഇളക്കി നമ്മളെപ്പോഴും വറുത്തതും പൊരിച്ചതും ഒക്കെ പരീക്ഷിക്കാതെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും വറുത്തതും പൊരിച്ച് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചതൊക്കെ ഒഴിവാക്കിയത് ഈ രീതിയിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു വട്ടം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് തന്നെ ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് ഗ്രേവിക്ക് ഗ്രേവി ആവും, കറിക്ക് ഇനി വേറൊരു കറി ഇതിന് നിർബന്ധമില്ല. ഇത് തന്നെ മതി, ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കരിഞ്ഞിട്ടില്ല. ഇതുപോലെ നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ അത് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച മത്തി ഇട്ട് കൊടുക്കുക. നല്ലപോലെ അടുക്കി വെച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. 2 വട്ടമൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കുന്നില്ല. ഉള്ളത് ഒറ്റ വട്ടം കൊണ്ട് കാര്യം കഴിക്കുക. ഇതേ നല്ല പോലെ പ്രസ് ചെയ്ത് അടുക്കി അങ്ങോട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുളിവെള്ളം നമ്മൾ മസാല തേച്ച് വെച്ച പ്ലേറ്റിൽ കൂടെ ഒന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. നമ്മൾ അതിലൂടെ പുളിവെള്ളം ഒഴിച്ചത് കുക്കറിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് കയ്യിൽ വെച്ച് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പോട്ട് മൂടി വിസിലും വെച്ച് ഒരു 4 വിസിൽ, ഞാൻ എപ്പോഴും 4 വിസിലാണ് അടുപ്പിക്കാറ്. 4 വിസിലടിച്ചപ്പോൾ നമ്മളെ മത്തിയുടെ ചേലും കോലാണ് ഈ കാണുന്നത്. ഇത് നേരെ ഒരു വാഴ വെട്ടിക്കൊണ്ടുവന്നു പ്ലേറ്റിലേക്ക് വെച്ച് നല്ല കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. സാധനം റെഡി.